ദശകം 14 ശ്ലോകം 9 വായിച്ച് അർത്ഥം പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കർദമനും ദേവഹൂതിക്കും 9 പുത്രിമാരുണ്ടായി. അടുത്ത് ഒരു പുത്രനായി ഭഗവാൻ തന്നെ അവതരിക്കും എന്ന് വരം കിട്ടിയതനുസരിച്ച് അവർ പുത്രനായി കാത്തിരുന്നു എന്നാണ്. കർദമൻ വനത്തിൽ പോകാതെ ഭഗവാൻ പുത്രനായി വന്ന് അവതരിക്കുന്നത് കാത്തിരുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇതിൽ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. നിജ ഭർത്തൃഗിരാഭവന്നിഷേവാനിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വം മജായഥാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിജ ഭർത്തൃഗിര, സ്വന്തം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ട്, ഭവന്നിഷേവ, ഭഗവാനെ സേവിക്കുന്നതിൽ, നിരതായ, അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, ഭഗവാനെ സേവിക്കുന്നതിൽ മുഴുകിയ, നിരതായ മുഴുകിയ, ദേവ ഭഗവാനെ, ദേവഹൂത്യാം കപിലസ്ത്വം മജായഥ ജനാനാം. ആ ദേവഹൂത്യയാണെങ്കിൽ കാട്ടിലേക്ക് പോവാതെ കർദമൻ ഭഗവാന്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഈ ദേവഹൂതി അങ്ങയെ മാത്രം സേവിച്ച് ആ കർദമനെ മാത്രം സേവിച്ച് അങ്ങയുടെ കാര്യങ്ങളും നോക്കി പ്രാർത്ഥനയോടുകൂടി ഇരുന്നു എന്നാണ് പറയുന്നത്. ദേവഹൂതിയിൽ കപിലസ്ത്വം മജായഥാ ജനാനാം, ആ കപിലത്വം നിന്തിരുവടി കപിലനായി വന്ന് അവതരിച്ചു. ജനാനാം, ജനങ്ങളുടെ ഇടയിൽ. പ്രദയിഷ്യൻ പരമാർത്ഥ തത്വങ്ങളെ, ആ പരമാത്മ തത്വവിദ്യാം, ആ പരമാത്മമായ വിദ്യകളെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ നിന്തിരുവടി കപില രൂപത്തിൽ അവതരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ ഈ 4 വരിയിലും പറയുന്നത്. അത് അന്യമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, അനന്തരം നിജ ഭർത്തൃഗിരി, സ്വന്തം ഭർത്താവിൻ്റെ വാക്കനുസരിച്ചിട്ട് ഭഗവൻ നിരതായ, നിന്തിരുവടിയുടെ ഭജനത്തിൽ നിരതയായ മുഴുകിയ ആ ദേവഹൂതിയിൽ, ജനാനാം, ജനങ്ങളുടെ ഇടയിൽ, പ്രദയിഷ്യൻ, പ്രസിദ്ധമാക്കാൻ വേണ്ടിയിട്ട്, ആ കപിലഹ അജായത, ആ കപിലൻ ഭഗവാനായി അവതരിച്ചു. ഇതിൽ കർദമ പ്രജാപതി ഇനി ഭഗവാൻ പുത്രനായിട്ട് വന്നിട്ടേ കാട്ടിൽ പോകൂ എന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഭഗവാനെ ഭജിച്ച് സേവിച്ചിരുന്ന ആ ദേവഹൂതിയിൽ കപിലൻ വന്ന് അവതരിച്ചു എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഭഗവാൻ അവതരിച്ചത് കൊണ്ടാണ് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് നിർത്തുന്നു.